ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ ബി.ജെ.പിയിൽ ആർ.എസ്.എസ് വീണ്ടും പിടിമുറുക്കും. ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും വിധം ബി.ജെ.പി വളർന്നെന്ന ജെ.പി. നഡ്ഡ അവകാശപ്പെട്ട തെരഞ്ഞെടുപ്പിലാണ് പാർട്ടി കൊടിയ തിരിച്ചടി നേരിട്ടത്. മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ശിവസേനാ ഘടകങ്ങളെ ഒന്നിപ്പിക്കാനും ആർ.എസ്.എസ് നീക്കം തുടങ്ങി. നരേന്ദ്രമോദി പാർട്ടിയിൽ കരുത്തുകൂട്ടിയതിനൊപ്പമാണ് ആർ.എസ്.എസുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടിയത്. ബന്ധം മോശമാണെന്ന സൂചന പലവട്ടം വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലെത്തേതായിരുന്നു പാർട്ടി അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ പ്രസ്താവന. തുടക്കകാലത്ത് ബി.ജെ.പിക്ക് ആർ.എസ്.എസിന്റെ സഹായം വേണ്ടിവന്നെന്നും എന്നാൽ ഇപ്പോൾ ബി.ജെ.പി കരുത്തു നേടിയെന്നുമാണ് നദ്ദ പറഞ്ഞത്. പ്രസ്താവന കടുത്ത അതിർത്തി ഉണ്ടാക്കിയെങ്കിലും വിവാദമാക്കാൻ ആർ.എസ്.എസ് നേതൃത്വം തുനിഞ്ഞില്ല. 3 വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാനാണ് ആർ.എസ്.എസ് ആഗ്രഹിച്ചത്. 1. മോദി സർക്കാരിന്റെ ഭരണ നേട്ടം. 2. രാജ്യസുരക്ഷ. 3. രാജ്യത്തിന്റെ പൈതൃകങ്ങളും സംസ്കാരങ്ങളും പുനഃസ്ഥാപിക്കുന്ന നടപടികൾ. എന്നാൽ മോദിയെ മാത്രം ചൂണ്ടിക്കാട്ടി ബി.ജെ.പി വോട്ട് ചോദിച്ചെന്നാണ് ആർ.എസ്.എസ് വിലയിരുത്തൽ. പാർട്ടിക്ക് മുകളിൽ മോദി എന്ന വ്യക്തിയെ പ്രതിഷ്ഠിക്കുന്ന രീതി ആർ.എസ്.എസിന്റെ ആശയത്തോട് ഒത്തുപോകാത്തതാണ്. ബി.ജെ.പിയുടെ തെറ്റായ നയങ്ങൾ വിശദീകരിക്കാൻ ജനങ്ങൾക്കിടയിൽ ആർ.എസ്.എസ് പ്രവർത്തകർ ബുദ്ധിമുട്ടി. വിവിധ പാർട്ടിയിൽ നിന്ന് ചാക്കിട്ട് പിടിച്ച് കൊണ്ടുവന്നവരെല്ലാം ഹിന്ദുത്വ ആശയത്തിന്റെ വക്താക്കളല്ല. എല്ലാവരും ഹിമന്ത ബിശ്വ ശർമ്മയുമല്ല. അഴിമതിക്കെതിരാണ് ആർ.എസ്.എസിന്റെ നയം. എന്നാൽ അഴിമതിക്കാരെ പാർട്ടിയിലെടുത്ത് വെളുപ്പിക്കുന്ന നയവും ആർ.എസ്.എസിന്റെ അപ്രീതിക്ക് കാരണമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾ മാത്രം അകലെയായതിനാൽ ആർ.എസ്.എസ് ഇനി കാര്യങ്ങളിൽ മുൻകൈയെടുക്കും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ശിവസേനയിലെ ഇരു വിഭാഗങ്ങളെയും വീണ്ടും ഒരുമിപ്പിച്ച് ഒപ്പമെത്തിക്കാനാകും ആർ.എസ്.എസിന്റെ ആദ്യ നീക്കം. ബി.ജെ.പിയിലെ ഒരു വിഭാഗത്തിന്റെ താല്പര്യവും ഇതാണ്. ചുരുക്കത്തിൽ ആർ.എസ്.എസിന്റെ അമർഷത്തിനിടെ ബി.ജെ.പിക്കുണ്ടായ തിരിച്ചടി പല പഴയ ചിട്ടകളിലേക്കും പാർട്ടിയെ മടക്കി കൊണ്ടുപോകാൻ ഉതകുന്നതാണ്. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.